മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരുപയോഗത്തിന് പകരം വിനോദമാകട്ടെ ജീവിതത്തിൽ. സേ യെസ് ടു പ്ലേ, സേ നോ ടു ഡ്രഗ്സ് എന്ന ആശയവുമായി ലയൺസ് ഇന്റർനാഷണൽ 318 സിയിൽ കോതമംഗലം ടൗൺ ലയൺസ് ക്ലബ്ബ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കോതമംഗലത്ത് പ്ലേമേക്കർ ടർഫ് ഫുട്ബോൾ കോർട്ടിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരം MLA ആന്റണി ജോൺ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് ലയൺസ് ക്ലബ്ബ് ഇവിടെ ഈ ഒരു ചെറിയ ഫുട്ബോൾ മാച്ചിലൂടെ സമൂഹത്തിലേക്ക് പകർന്നു നൽകുന്നത്. നമുക്കറിയാം, വലിയ തോതിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അത് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് നമ്മുടെ സമൂഹം. ഇപ്പോൾ തൊട്ടടുത്ത ദിവസമാണ് 8-ാം തീയതി മുതൽ 8, 9, 10, 11 തീയതികളിലായി സംസ്ഥാനതല കേരളോത്സവം കോതമംഗലത്താണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് കോതമംഗലത്ത് കേരളോത്സവം നടക്കുന്നത്. ആയിരക്കണക്കിന് കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കലാകായിക പ്രതിഭകൾ കോതമംഗലത്തേക്ക് എത്തിച്ചേരുകയാണ്. ഞങ്ങൾ ആ കേരളോത്സവത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം സമൂഹത്തിന് നൽകുന്നതും ലഹരിക്കെതിരായിട്ടുള്ള മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടമാണ്. ക്ലബ് പ്രസിഡന്റ് പൗലൂസ് കുട്ടി ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ലയൺ VS ജയേഷ് മുഖ്യാതിഥിയായി. റീജിയണൽ ചെയർപേഴ്സൺ KC മാത്യൂസ്, സോൺ ചെയർപേഴ്സൺ ബെറ്റി കോരച്ചൻ, പ്രോഗ്രാം കോർഡിനേറ്റർ എൽദോ വർഗീസ്, സെക്രട്ടറി ടിങ്കു സോമൻ, ട്രഷറർ ജേക്കബ് MU, പ്രൊഫസർ KM കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കളിക്കളങ്ങൾ സജ്ജമാക്കുകയും സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും പ്രസിഡന്റ് പൗലൂസ് കുട്ടി ജേക്കബ് അറിയിച്ചു. 4 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ കോതമംഗലം ടൗൺ ലയൺസ് ക്ലബ്ബ് വിന്നേഴ്സ് ട്രോഫിയും കോതമംഗലം ഗ്രേറ്റർ ലയൺസ് ക്ലബ്ബ് റണ്ണറപ്പ് ട്രോഫിയും കരസ്ഥമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.